നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഭയപ്പെടുത്തുന്ന കോവിഡ് കണക്കുകൾ. 5063 പുതിയ രോഗികൾ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8.01% ഉയർന്നു. 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും അടിയന്തരമായി കോവിഡ് വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് സമയത്ത് ആളുകൾ കൂട്ടത്തോടെ ഇറങ്ങിയതാണ് കോവിഡ് വ്യാപനത്തിന് കാരണമെന്ന് ആരോഗ്യമന്ത്രി. കോവിഡ് നിയന്ത്രണങ്ങളിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്നും ശൈലജ ടീച്ചർ. ചമ്രോടം റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ ചോർച്ച അടയ്ക്കൽ പ്രഹസനം. ചോർച്ച അടയ്ക്കൽ ജോലിക്കായി കൊണ്ടുവന്ന ഉപകരണങ്ങൾ തിരികെ കൊണ്ടുപോകാനുള്ള ശ്രമത്തിനെതിരെ UDF പ്രതിഷേധം. ഉപകരണങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിച്ചത് ജോലി ആരംഭിക്കാതെ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കോവിഡ് പ്രതിദിന കണക്കുകൾ ആശങ്കാജനകമാംവിധം വർദ്ധിച്ചു. 5063 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിന് 63,240 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8.01% ഉയർന്നു. മരണസംഖ്യയും ഉയർന്നു. 22 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ച ആകെ മരണസംഖ്യ 4750 ജില്ലയിൽ 359 പേർക്ക് രോഗം ബാധിച്ചു. 330 പേർ രോഗമുക്തരായി. സംസ്ഥാനത്ത് ഇന്ന് 5063 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കോഴിക്കോട് 715, എറണാകുളം 607, കണ്ണൂർ 478, തിരുവനന്തപുരം 422, കോട്ടയം 417, തൃശൂർ 414, മലപ്പുറം 359, കൊല്ലം 260, പത്തനംതിട്ട 259, പാലക്കാട് 252, കാസർഗോഡ് 247, ഇടുക്കി 246, ആലപ്പുഴ 235, വയനാട് 152 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 63,240 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8.01 ജില്ലയിൽ COVID-19 സ്ഥിരീകരിച്ചത് 359 പേർക്കാണ്. ഇന്ന് രോഗമുക്തരായവർ 330. ഇതുവരെ ജില്ലയിൽ രോഗമുക്തരായവർ 1,23,073. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിതരായവർ 332. ഉറവിടമറിയാതെ രോഗബാധിതരായവർ 17. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 10 പേർക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവർ 1959. കോവിഡ് പ്രത്യേക ആശുപത്രികളിൽ 123 പേരും, കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 70 പേരും, കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 66 പേരുമാണ്. ആകെ നിരീക്ഷണത്തിലുള്ളവർ 18,406. കോവിഡ് ബാധിച്ച് ഇതുവരെ ജില്ലയിൽ മരിച്ചത് 615 പേർ. 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും അടിയന്തരമായി കോവിഡ് വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. കോവിഡ് പ്രതിരോധം ശക്തമാക്കുന്നതിന് കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗം കളക്ടറേറ്റിൽ ചേർന്നു. ജില്ലയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും അടിയന്തരമായി കോവിഡ് വാക്സിനേഷൻ സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. കോവിഡ് പ്രതിരോധം ശക്തമാക്കുന്നതിനും വാക്സിനേഷൻ വ്യാപിപ്പിക്കുന്നതിനുമായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗം കളക്ടറേറ്റിൽ ചേർന്നു. 160 കേന്ദ്രങ്ങളിൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നടക്കുന്നുണ്ടെന്നും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു. ഏപ്രിൽ 1 മുതൽ 45 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ നൽകുന്നതിനുള്ള നടപടികൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണെന്നും എല്ലാവരും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും അവസരത്തിനനുസരിച്ച് വാക്സിൻ എടുക്കണമെന്നും വാക്സിൻ സ്വീകരിക്കുക വഴി അസുഖം വന്നാലും ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത് ഒഴിവാക്കുന്നതിനും മരണം തടയാനും കഴിയുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K. സക്കീന പറഞ്ഞു. ജില്ലയിൽ ജനുവരി 16 തുടങ്ങിയ കോവിഡ് വാക്സിനേഷൻ ഇപ്പോൾ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ, താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികൾ, കോവിഡ് വാക്സിനേഷൻ ക്യാമ്പുകൾ, കോവിഡ് വാക്സിനേഷൻ മൊബൈൽ യൂണിറ്റുകൾ എന്നിവിടങ്ങളിൽ നൽകി വരുന്നു. 45 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഈ കേന്ദ്രങ്ങളിൽ നിന്ന് വാക്സിൻ സ്വീകരിക്കാം. വാക്സിനേഷൻ ചെയ്യുന്നതിനായി www.kavin.gov.in എന്ന വെബ്സൈറ്റിൽ സ്വന്തം മൊബൈൽ ഫോണിൽ നിന്ന് രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യാം. ഇതിന് ബുദ്ധിമുട്ടുള്ളവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ ചെയ്യാതെ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തുന്നവർക്ക് അവിടെ നിന്ന് തന്നെ സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യവും എല്ലാ വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും ഏർപ്പെടുത്തിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഓരോ വാർഡിലും 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും വാക്സിൻ സ്വീകരിച്ചു എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്.
ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായി ഇത് ഏറ്റെടുക്കണമെന്നും ജില്ലാ ഓഫീസർ ആവശ്യപ്പെട്ടു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ലഭിച്ച പല ഉദ്യോഗസ്ഥർക്കും ജോലി ദുരിതമായതായി പരാതി. പലരുടെയും ആരോഗ്യാവസ്ഥ പോലും കണക്കിലെടുക്കാതെയാണ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചതെന്നും ഉദ്യോഗസ്ഥർ കുറ്റപ്പെടുത്തുന്നു. പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രത്തിലെ ദുരിതങ്ങളടക്കം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട അധ്യാപകരുടെ അസംതൃപ്തിക്ക് കാരണമായി. നിയമന ഉത്തരവയച്ചതു മുതൽ പോളിംഗ് സാമഗ്രികൾ സ്വീകരിക്കുന്ന കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങൾ വരെ ചിട്ടയില്ലായ്മയുടെ കേളീരംഗമായതാണ് തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കപ്പെട്ട അധ്യാപകരുടെ അസംതൃപ്തിക്ക് കാരണമായത്. പലരുടെയും ആരോഗ്യാവസ്ഥകൾ പോലും കണക്കിലെടുക്കാതെയാണ് നിയമന ഉത്തരവ് നൽകിയതെന്നാണ് അധ്യാപകർ പറയുന്നത്. ഗർഭിണികളെയും മുലയൂട്ടുന്ന അമ്മമാരെയും വരെ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിച്ചിരുന്നതായും അധ്യാപകനായ വാസുദേവൻ മാസ്റ്റർ പറയുന്നു. ജീവനക്കാർക്കൊക്കെ തന്നെ വളരെയേറെ പരാതി അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഇലക്ഷൻ നടപ്പാക്കുന്നത്. ഒന്നാമത് ഇപ്പം തീരപ്രദേശം, ഇപ്പം തിരൂർ തീരപ്രദേശത്തുള്ള ആൾക്കാർക്ക് ഇലക്ഷൻ ഡ്യൂട്ടി കിട്ടിയിരിക്കുന്നത് നിലമ്പൂരൊക്കെയാണ്. അതേപോലെ ഗർഭിണികളെ ആയിട്ടുള്ളവർക്ക്, കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നവർക്ക്, അവർക്കൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ഇലക്ഷൻ ഡ്യൂട്ടി വരികയാണ്. അത് പിന്നീട് അവരെന്ത് ചെയ്യണം, അത് ഒഴിവാക്കാൻ വേണ്ടി അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരിക. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഇലക്ഷൻ സ്വീകരണ കേന്ദ്രത്തിലാണ്, കലക്ഷൻ സെൻറ്ററിലാണെങ്കിലും അത് വിതരണ കേന്ദ്രത്തിലാണെങ്കിൽ തന്നെ ഒരു തരത്തിലുള്ള ഒരു മുന്നൊരുക്കം നടക്കാത്ത പോലെ മനസ്സിലാവുന്നത്. ഇപ്പം ഉദാഹരണമായിട്ട് നിലമ്പൂർ കലക്ഷൻ നമ്മൾ 2 ദിവസത്തെ ഉറക്കൊഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകളൊക്കെ നടപ്പാക്കി, ബൂത്തിലെ വോട്ടിങ്ങൊക്കെ നടപ്പാക്കി ഇവിടെ വന്നെങ്കിലും അവിടെ സ്വീകരിക്കുന്ന കേന്ദ്രത്തിൽ, കലക്ഷൻ സെൻറ്ററിൽ വേണ്ടത്ര സംവിധാനങ്ങളൊന്നുമില്ല. ആകെ ചിലപ്പോൾ ഒരു കൗണ്ടറായിരിക്കും ഉണ്ടാവുക. പിന്നെ അവിടെ വന്ന് ആൾക്കൂട്ടത്തെ കണ്ടതിന് ശേഷം, ബഹളം വെച്ചതിന് ശേഷം, ആൾക്കാരൊക്കെ അസംതൃപ്തരായ അവരുടെ ബഹളമൊക്കെ കേട്ടതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്. പലയിടത്തും അത് ഇതുകൊണ്ട് തന്നെ ജീവനക്കാർക്ക്, അധ്യാപകർക്കും വനിതകൾക്കും ആയിട്ടുള്ളവർ ഒക്കെ തന്നെ ഇലക്ഷനിൽ പങ്കെടുക്കാൻ അവർ പങ്കെടുത്തതിൻ്റെ പരാതികളാണ് അവശേഷിക്കുന്നത്. ഓഫീസ് മേധാവികൾ റിമാർക്സിൽ രേഖപ്പെടുത്തിയ വിവരങ്ങൾ പോലും പരിഗണിക്കാതെയാണ് ജീവനക്കാർക്ക് നിയമനോത്തരവ് അയച്ചതെന്നും തുടർന്ന് ഒഴിവാകാൻ അർഹതയുള്ളവർ അതിനുള്ള നെട്ടോട്ടമായിരുന്നെന്നും അധ്യാപകർ കുറ്റപ്പെടുത്തി. പോളിംഗ് സാമഗ്രികളുടെ വിതരണം മുതൽ പോളിംഗ് ബൂത്തിലടക്കം ദുരിതങ്ങളുടെ പെയ്ത്തായിരുന്നു. അട്ടപ്പാടിയിൽ തെരഞ്ഞെടുപ്പ് ജോലിക്കിടെ വീണ് കശേരുക്കൾ തകർന്ന് ചലനശേഷി നഷ്ടപ്പെട്ടു പോയ വിദ്യാലക്ഷ്മി ടീച്ചറുടെ അനുഭവം ജീവനക്കാർക്കിടയിൽ വലിയ ഖേദത്തിനിടയാക്കുകയും ചെയ്തിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തതിലും കാലതാമസവും ഉദ്യോഗാർത്ഥികൾക്ക് അലച്ചിലും അനുഭവപ്പെട്ടു. തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ പോളിംഗ് ബൂത്തുകളിൽ നേരിട്ടെത്തിക്കുകയും അവിടെ വെച്ച് തന്നെ തിരികെ വാങ്ങുകയും ചെയ്യുന്ന സംവിധാനം കൊണ്ടുവരണമെന്നാണ് ജീവനക്കാർ ആഗ്രഹിക്കുന്നത്. ബൂത്തുകളിൽ അവിടെ ജീവനക്കാർ അവിടെ എത്തുകയും ബൂത്തുകളിൽ പോളിംഗ് ഉപകരണങ്ങൾ അവിടെ എത്തിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാവും. ജീവനക്കാരെ നേരിട്ട് എന്ത് ചെയ്താൽ മതി, അവിടെ എത്തിയാൽ മതി. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ അവിടെ എത്തിക്കുന്നു, അവിടെ തന്നെ തിരിച്ചു വാങ്ങുന്നു. ഇതെല്ലാം പേറിയിട്ട് എല്ലാം എടുത്തുകൊണ്ട് ജീവനക്കാർ, പോളിംഗ് ഉദ്യോഗസ്ഥർ നമ്മൾ ബൂത്തുകളിലേക്ക് പോകുന്ന സംവിധാനം ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കിയാൽ തന്നെ ഇതിൻ്റെ വലിയൊരു ഉത്തരവാദിത്വം, വലിയൊരു ബാധ്യത, വലിയൊരു ഭാരം, വലിയൊരു പീഡനം കുറയും. തിരുവങ്ങാടി നന്നമ്പ്രയിൽ തോടുകൾ കാടുമൂടി നശിക്കുന്നു. ചെറുമുക്ക് അതിർക്കാട് ഭാഗത്താണ് തോടുകൾ കാടുമൂടി നശിക്കുന്നത്. കക്കാട്, ചുള്ളിപ്പാറ, കരുമ്പിൽ, വെന്നിയൂർ ഭാഗങ്ങളിലെ 5 കിലോമീറ്ററോളം വരുന്ന തോടുകളാണ് മണ്ണും ചെളിയും പുൽച്ചെടികളും നിറഞ്ഞ് ഉപയോഗശൂന്യമായത്. ചുള്ളിപ്പാറ, കരിമ്പിൽ, വെന്നിയൂർ എന്നീ ഭാഗങ്ങളിലെ 5 കിലോമീറ്ററോളം വരുന്ന കാർഷിക ആവശ്യത്തിനും കുടിവെള്ള ആവശ്യത്തിനും ആശ്രയിക്കുന്ന തോടുകളാണ് മണ്ണും ചെളിയും പുൽച്ചെടികളും നിറഞ്ഞ ഉപയോഗശൂന്യമായത്. വെള്ളം വെഞ്ചാലി തോടിലേക്ക് തന്നെ ഒഴുകുന്ന അവസ്ഥയാണ്. പരിഹാരം തേടി കർഷകർ അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല. ചെറുമുക്ക് പള്ളിക്കത്താഴം ഭാഗത്തെ കർഷകരുടെ നേതൃത്വത്തിൽ പലതവണ അധികൃതർക്ക് നിവേദനം നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ല. ഉടൻ തോട് കിളച്ച് വീതി കൂട്ടാനായാൽ കർഷകർക്കും നാട്ടുകാർക്കും ഏറെ പ്രയോജനമാവും. കഴിഞ്ഞ വർഷം ഏതാനും ഭാഗങ്ങളിൽ തോട് കിളച്ചിരുന്നു. വീതി കൂടുന്നതോടൊപ്പം പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കുകയും വേണമെന്നാണ് കർഷകരുടെ ആവശ്യം. വർഷത്തിലൊരിക്കലാണ് ഇവിടെ കൃഷി ഇറക്കുന്നത്. വെള്ളം കുറവായത് കാരണം പലരും കൃഷിയിൽ നിന്ന് പിന്മാറുന്നുണ്ട്. വേനൽ മഴ വരാനിരിക്കെ തോട് കിളക്കാതിരുന്നാൽ ഇത് കർഷകരെ ഏറെ വലക്കും. വെന്നിയൂർ, ചുള്ളിപ്പാറ എന്നിവിടങ്ങളിൽ നിന്ന് തരിശായി കിടക്കുന്ന കൃഷിയിലേക്ക് ഇവിടെ നിന്ന് വെള്ളമെത്തിക്കാൻ അവിടുത്തെ കർഷകർ ഏറെ പ്രയോജനമാകും. കൊളക്കാട്ടു പാടഭാഗത്തേക്ക് വയലിലൂടെ പുതിയ തോട് നിർമ്മിച്ചാൽ ചുള്ളിപ്പാറ, ചെറുമുക്ക്, സലാമത്ത് നഗർ എന്നീ ഭാഗത്തുള്ള താമസക്കാർക്ക് കുടിവെള്ളത്തിനും കൃഷിക്കും പ്രയോജനമാകും. കഴിഞ്ഞ മാസം തിരൂരങ്ങാടി നഗരസഭയുടെ നേതൃത്വത്തിൽ തരിശുരഹിത തിരൂരങ്ങാടിയുടെ ഭാഗമായി ജനപ്രതിനിധികളുടെ വയൽയാത്ര നടത്തി ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വേനൽക്കാലത്ത് തന്നെ സർക്കാരിന്റെ ഏതെങ്കിലും ഫണ്ട് ഉപയോഗപ്പെടുത്തി തോടുകൾ സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെയും കൃഷിക്കാരുടെയും മറ്റും ആവശ്യം. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ആളുകൾ കൂട്ടത്തോടെ ഇറങ്ങിയതാണ് കോവിഡ് വ്യാപനത്തിന് കാരണമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ. കോവിഡ് നിയന്ത്രണങ്ങളിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്നും ടീച്ചർ വ്യക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോവിഡ് അവലോകന യോഗം ചേർന്നു. കൂട്ടായ പ്രവർത്തനത്തിൽ
പ്രവർത്തനത്തിന്റെ ഫലമായാണ് സംസ്ഥാനത്ത് മരണനിരക്കും പോസിറ്റീവ് നിരക്കും കുറയ്ക്കാൻ സാധിച്ചത്. PHC മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ പ്രയത്നമാണ് അത് സാധ്യമാക്കിയത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ആളുകൾ കൂട്ടത്തോടെ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാൻ കർശന നിർദ്ദേശമുണ്ടായിരുന്നുവെങ്കിലും രോഗവ്യാപനത്തിനുള്ള സാഹചര്യമുണ്ടായി. ഈ മാസം കൂടുതൽ ജാഗ്രത വേണ്ടതുണ്ട്. ആൾക്കൂട്ടങ്ങൾ കുറയ്ക്കാൻ സ്വയം ശ്രദ്ധയുണ്ടാവണമെന്നും ടീച്ചർ പറഞ്ഞു. വളരെ ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ DGP ഇടപെട്ട് പോലീസ് സംവിധാനത്തെ ശക്തമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം വളരെ ശക്തമായ നടപടിക്രമങ്ങളിലേക്ക് പോകാനാണ് ആലോചിച്ചിട്ടുള്ളത്. നമ്മൾ കോവിഡിൻ്റെ ഇതേവരെയുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ചത് എങ്ങനെയാണോ അതേപോലെ തന്നെ കോവിഡ് നിയന്ത്രണം തുടരണമെന്നാണ് തീരുമാനിച്ചത്. ആരോഗ്യ വകുപ്പിനെ പൂർണ്ണമായും ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ അല്ലെങ്കിൽ ഒട്ടും വീഴ്ചയില്ലാതെ കൃത്യമായിട്ട് ആരോഗ്യവകുപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ തുടർന്നു പോകണമെന്ന് തീരുമാനിക്കുകയുണ്ടായി. ഗവൺമെൻറ് പൊതുവെ കോവിഡ് പ്രതിരോധം വളരെ കടുപ്പിക്കാൻ തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് ഇന്ന് തീരുമാനിച്ചത് 2-3 കാര്യങ്ങളാണ്. അതിലൊന്ന്, നമ്മൾ ഇന്ന് കുറച്ചുകൂടി പേഷ്യൻസ് വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ട് എല്ലാ ആശുപത്രികളും കുറേയും കൂടി സ്ട്രെങ്തൻ ചെയ്യണം എന്നുള്ളതാണ്. അതായത് മെഡിക്കൽ കോളേജുകളിൽ ഞങ്ങൾ ഈ C കാറ്റഗറിയിലുള്ള പേഷ്യൻസിനെ മാത്രമാണ് ഇതുവരെ അഡ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും സിവിയറായിട്ട് ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ കേസുകളുടെ എണ്ണം കൂടുമ്പോൾ C കാറ്റഗറിയിലുള്ള പേഷ്യൻസിൻ്റെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. കേരളം എപ്പോഴും മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യുന്നൊരു സംസ്ഥാനമാണ്. നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഇതുവരെ നിറഞ്ഞിട്ടില്ല. നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ കോവിഡ് ബെഡ് സ്ട്രെങ്ത്തിൻ്റെ പകുതി നിറയുമ്പോൾ നമ്മൾ മറ്റ് സംവിധാനങ്ങൾ അതിലിരട്ടി ബെഡും ICUവും വെന്റിലേറ്ററും ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് സ്ഥാപിച്ചുകൊണ്ട് ഹെൽത്ത് സിസ്റ്റം ഇതിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനാണ് എപ്പോഴും ശ്രമിച്ചത്. ആ ശ്രമം ഇപ്പോഴും തുടരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ നേരിയ തരത്തിലുള്ള ലക്ഷണങ്ങൾ മാത്രമേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കുള്ളൂ. വളരെ സ്റ്റേബിളാണ്. വേറെ അങ്ങനെ ആശങ്കപ്പെടാനുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ചെറിയ രോഗലക്ഷണങ്ങളുള്ളവരാണ് വീടുകളിൽ ചികിത്സയിൽ കഴിയുന്നത്. വീടുകളിൽ ആവശ്യമായ സൗകര്യങ്ങളുണ്ടെന്ന് അതത് തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. വീടുകളിൽ സൗകര്യങ്ങളില്ലാത്തവരെ CFLTCകളിലേക്ക് മാറ്റും. 60 വയസ്സിന് മുകളിലുള്ള മുഴുവൻ പേരും വാക്സിൻ എടുത്തുവെന്ന് ഉറപ്പുവരുത്തും. ഇതിനായി പ്രത്യേക ക്യാമ്പയിൻ നടത്തും. ഓരോ പഞ്ചായത്തിലും 100% വാക്സിനേഷൻ നടത്താനുള്ള നടപടി ഉണ്ടാവും. കോവിഡാനന്തര പ്രയാസങ്ങൾ നേരിടാൻ പ്രത്യേക ശ്രദ്ധയുണ്ടാവുമെന്നും മന്ത്രി പറഞ്ഞു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ ചോർച്ച അടക്കൽ വെറും പ്രഹസനമായിരുന്നുവെന്ന് തെളിഞ്ഞു. ചോർച്ച അടക്കൽ ജോലികൾക്കായി കൊണ്ടുവന്ന ഉപകരണങ്ങൾ തിരികെ കൊണ്ടുപോകാനുള്ള ശ്രമത്തിനെതിരെ UDF പ്രതിഷേധമായി രംഗത്തെത്തി. ജോലി ആരംഭിക്കാതെ തന്നെ തിരികെ കൊണ്ടുപോകാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞതോടെയാണ് പ്രതിഷേധം ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മന്ത്രി നടത്തിയ നാടകം. ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ചോർച്ച തടയുന്നതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ഉപകരണങ്ങളും മറ്റുമാണ് പാലത്തിന്റെ താഴെയായി ഇറക്കിയത്. എന്നാൽ ചോർച്ചയടക്കുന്നതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനം വലിയ ആഘോഷമാക്കി മന്ത്രിമാരടക്കം പങ്കെടുത്ത ഉദ്ഘാടനം ചെയ്തെങ്കിലും യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനവും ഇവിടെ നടന്നിട്ടില്ല. ഇതിനിടക്കാണ് നിർമ്മാണത്തിനായി കൊണ്ടുവന്ന യന്ത്രങ്ങളും മറ്റും ഇവിടെ നിന്ന് മാറ്റുവാനായുള്ള ശ്രമവും നടന്നത്. ഇതിനെതിരെയാണ് UDF പ്രവർത്തകർ രംഗത്ത് വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇവിടെ ആരംഭിച്ചതെന്നും UDF ആരോപിച്ചു. ജനങ്ങളോട് പറഞ്ഞ എല്ലാ വാക്കുകളും തട്ടിപ്പായിരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞൊരു ദിവസമാണിന്ന്. ഇവിടെ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ സന്ദർശനം നടത്തുകയും ഒരു പ്രവൃത്തി ഉദ്ഘാടനം എന്ന പേരിൽ ഷീറ്റ് പൈലിങ്ങിൻ്റെ ചോർച്ചയടക്കുന്ന പ്രവൃത്തിയുടെ ഉദ്ഘാടനം നടത്തി എന്ന പേരിൽ അദ്ദേഹം വാർത്ത പുറത്തുവിടുകയും സോഷ്യൽ മീഡിയയിൽ അത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ഈ നിർമ്മാണത്തിന് വേണ്ടി കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന 3 കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ടുപോകുന്ന ഒരു ശ്രമം ഇവിടെ നാട്ടുകാർ തടഞ്ഞിരിക്കുകയാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും, ഇവിടെ ഷീറ്റ് പൈലിങ്ങിൻ്റെ യാതൊരു പ്രവൃത്തിയും ആരംഭിച്ചിട്ടില്ല. ആകെ 1-2 ലോഡ് കരിങ്കൽ മാത്രം പുഴയിൽ ഇറക്കി വെക്കുക എന്നല്ലാതെ ഷീറ്റ് പൈലിങ്ങുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രവർത്തനവും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ കണ്ടെയ്നർ ലോറിയിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്താൽ പിന്നീട് ഈ പ്രവൃത്തി ഇവിടെ തീരെ നടക്കാതാകും. പ്രതിഷേധത്തിന്റെ ഭാഗമായി UDF പ്രവർത്തകർ യന്ത്രങ്ങൾ കൊണ്ടുപോകാൻ വന്ന
വാഹനം തടഞ്ഞുവെച്ചു. ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ച നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്ന് UDF നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇത് വലിയൊരു പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. എന്താണ് മന്ത്രി ഉദ്ദേശിച്ചുള്ളത്? 30 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ഈ പുഴയിൽ തടഞ്ഞു നിർത്തുന്ന വെള്ളം തടഞ്ഞു നിർത്തുന്നത് ആവശ്യമായ പൈലിംഗ് നടത്താമെന്ന് പറഞ്ഞാണ് മന്ത്രി ഒരു വലിയ ഉദ്ഘാടന മഹാമഹം തെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം മുമ്പ് അദ്ദേഹം ഒരു വോട്ടിലാക്കി നടത്തിയത് എന്നാണ് ഇപ്പോൾ പകൽ പോലെ വെളിച്ചമായത്. കാരണം ഇത് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. എന്ത് വില കൊടുത്തും ഈ യന്ത്രങ്ങൾ ഇവിടുന്ന് കയറ്റിക്കൊണ്ടുപോകുന്നത് ഞങ്ങൾ UDF സംവിധാനം അനുസരിച്ച് ഇവിടെ തടയുക തന്നെ ചെയ്യും. ഇതൊന്നുകിൽ മന്ത്രി നേരിട്ട് പറയണം ഞാൻ നടത്തിയത് ഇത് തട്ടിപ്പായിരുന്നു എന്നുള്ളത്. അതല്ല, തട്ടിപ്പായില്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കൊടുക്കുന്ന യന്ത്രങ്ങൾ കയറ്റിക്കൊണ്ടുപോകുന്നത് അതിന് അദ്ദേഹം വിശദീകരിക്കേണ്ടതുണ്ട്. തീർച്ചയായും അതിന് വ്യക്തമായൊരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു ബഹുജന പ്രക്ഷോഭം ഈ ചമ്രവട്ടം പാലത്തിൻ്റെ ഭാഗത്ത് മുന്നണി അടിസ്ഥാനത്തിൽ നടത്തുമെന്ന് മാത്രമാണ് ഈ സമയത്ത്. ചോർച്ച തടയുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു നിർമ്മാണ പ്രവൃത്തിയും സ്ഥലത്ത് നടന്നിട്ടില്ല. സ്ഥലത്ത് 3 കണ്ടെയ്നറുകൾ മാത്രം ഇറക്കുകയല്ലാതെ മറ്റൊരു പ്രവൃത്തിയും നടന്നിട്ടില്ലെന്ന് UDF ആരോപിച്ചു. പാലത്തിന്റെ ചോർച്ചയടക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് UDF നേതാക്കൾ പറഞ്ഞു. ഇതിൻ്റെ തുടക്കം തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം. ഇവിടെ ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള രാംകി ഇൻ്റർനാഷണൽ കമ്പനിക്കാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല കൊടുത്തത്. അതിനുശേഷം ഒരു തട്ടിക്കൂട്ട് കമ്പനിയായിട്ടുള്ള സനാതൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തത്. ആ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിട്ടുള്ള 154 കോടി രൂപക്കാണ്. 154 കോടി രൂപയിൽ 54 കോടി രൂപ പാലത്തിന്, ബാക്കി 100 കോടിയും ഇവിടെ വെള്ളം തടഞ്ഞു നിർത്തി പ്രദേശത്തിലെ ആളുകളുടെ കുടിവെള്ള ക്ഷാമവും അതുപോലെ തന്നെ കൃഷിയിടങ്ങളിലേക്കുള്ള വെള്ളത്തിന്. അപ്പോൾ വേനല വരവൊന്നും വലിയ കുടിവെള്ള ക്ഷാമം നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. അതിനൊക്കെ ഉത്തരവാദി ഈ നിയോജകമണ്ഡലത്തിലെ MLA ആണ്. ഇപ്പോൾ ഈ അവസാനമായിട്ട് എല്ലാ ബഡ്ജറ്റിലും ഫണ്ട് വെക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഫണ്ടുകൾ വെച്ച് അവസാനം മേരി മാത എന്ന് പറയുന്ന ഒരു കമ്പനി ഇത് ഏറ്റെടുക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് സനാതൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു തട്ടിക്കൂട്ട് കമ്പനി, ആ കമ്പനി എവിടെയാണെന്ന് അന്വേഷിച്ച് പിടിച്ച് അതിൻ്റെ ചെലവ് അവരുടെ കയ്യിൽ നിന്ന് വഹിക്കണം. അതല്ലാതെ പൊതുജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചിട്ട് ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുക്കല്ല വേണ്ടത്. ഈ പറയുന്ന കോടിക്കണക്കിന് 100 കോടിയുടെ അഴിമതി ഇതിൽ നടന്നിട്ടുണ്ട്. ആ അഴിമതിയും ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരണം. ഇതിൻ്റെ ചോർച്ച അടക്കാതെ ഈ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോകാൻ, ഇതിൻ്റെ യന്ത്രോപകരണങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തും. ജനങ്ങളെ ഇങ്ങനെ വഞ്ചിക്കുന്ന ഒരു മന്ത്രിയെ ഈ കേരളത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. ഒരു ചാനൽ അവതാരകൻ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇത്രക്ക് അല്പനായിട്ടുള്ള ഒരു മന്ത്രി ആണ് ഈ കാര്യങ്ങളൊക്കെ കാട്ടുന്നത്. അതായത് ആളുകൾ, തനിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ, ജനം കഴുത എന്ന് സാധാരണ പറയുന്നത് പോലെ ആ രീതിയിലാണ് മന്ത്രി ഈ നാട്ടിലെ ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളെ കാണുന്നത്. ഇത് ശക്തമായ പ്രതിഷേധം ഇതിൻ്റെ ഭാഗത്തുണ്ടാകും. ഒരു കാരണവശാലും ഈ യന്ത്രോപകരണങ്ങളിൽ നിന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തും. കരിപ്പൂരിൽ പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി. രാവിലെ കുവൈത്തിലേക്ക് പുറപ്പെട്ട വിമാനമാണ് തിരിച്ചിറക്കിയത്. യാത്രക്കാർ സുരക്ഷിതരാണെന്നും അധികൃതർ അറിയിച്ചു. കരിപ്പൂരിൽ നിന്നും കുവൈത്തിലേക്ക് രാവിലെ 8:20 പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് തിരിച്ചിറക്കിയത്. 15 യാത്രക്കാരും 6 ജീവനക്കാരും ഉൾപ്പെടെ 21 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. വിമാനം പറന്നുയർന്ന ഉടനെ കാർഗോ കമ്പാർട്ട്മെന്റിൽ അപായമണി മുഴങ്ങുകയായിരുന്നു. വിമാനത്തിൽ കൂടുതലും ചരക്കായിരുന്നു ഉണ്ടായിരുന്നത്. യാത്രക്കാർ ഉൾപ്പെടെ എല്ലാവരും സുരക്ഷിതരാണെന്ന് അധികൃതർ വ്യക്തമാക്കി. കാരുണ്യത്തിന്റെ മണമുള്ള ബിരിയാണിയുമായി ബിരിയാണി ചാലഞ്ച് തിരൂരിൽ. കിൻഷിപ്പ് ഫൗണ്ടേഷന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ചിറകേകുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ബിരിയാണി ചാലഞ്ചിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കഴിഞ്ഞ 7 വർഷങ്ങളായി സന്നദ്ധ പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായ കിൻഷിപ്പ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ശനിയാഴ്ച തിരൂരിൽ ബിരിയാണി ചാലഞ്ച് നടക്കുന്നത്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഫിസിയോതെറാപ്പി അടക്കമുള്ള വൈദ്യസഹായവും ഭക്ഷണം, യാത്രാ സൗകര്യം എന്നിവയും സൗജന്യമായി നൽകി പ്രവർത്തിക്കുന്ന കിൻഷിപ്പ് അതിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനായി സ്നേഹതീരം വളണ്ടിയർ വിങ്ങിന്റെ നേതൃത്വത്തിലാണ് ഒരു വേറിട്ട പാതയിലൂടെ ധനസമാഹരണം നടത്തുന്നത്. കിൻഷിപ്പ് എന്ന് പറഞ്ഞ സ്ഥാപനം ഏകദേശം 7 വർഷത്തോളമായിട്ട് എന്നെപ്പോലെ ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള ആളുകൾക്ക് സൗജന്യമായിട്ട് തെറാപ്പീസും കാര്യങ്ങളും 7ഓളം തെറാപ്പികൾ, അതുപോലെ ഉച്ചഭക്ഷണം, വാഹന സൗകര്യം ഇവയെല്ലാം തികച്ചും സൗജന്യമായി നൽകി വരുന്നുണ്ട്. ഒരുപാട് പേരെ 100ഓളം ആളുകളെ നമ്മൾ റീഹാബിലിറ്റേഷനിലൂടെ പുറത്ത് കൊണ്ടുവരാൻ കിൻഷിപ്പിന് സാധിച്ചിട്ടുണ്ട്. കിൻഷിപ്പിന് ഫണ്ട് റൈസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ബിരിയാണി ചലഞ്ച് എന്നുള്ളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുള്ളതും. നാളെ നമ്മൾ 30,000-ഓളം ആളുകൾക്ക് ബിരിയാണി പാചകം ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തിരൂർക്കാരെല്ലാവരും നമ്മൾ ഈ പ്രോഗ്രാം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 50ഓളം NGOസും നമ്മളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും പ്രാർത്ഥന വേണം.
30,000 പേർക്കുള്ള ബിരിയാണി ഉണ്ടാക്കി 100 രൂപ വീതം ഈടാക്കി വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തിക്കുന്നതാണ് ചലഞ്ച്. ബിരിയാണി ഉണ്ടാക്കുന്നതിനുള്ള സാധന സാമഗ്രികൾ നഗരത്തിലെ വിവിധ സന്നദ്ധ സംഘടനകൾ സംഭാവനയായി നൽകിയിട്ടുണ്ട്. വിശാലമായ പന്തലിൽ 200 ചെമ്പുകളിലായി 200 പാചക തൊഴിലാളികളാണ് ബിരിയാണി തയ്യാറാക്കുന്നത്. 50ഓളം NGOകളുടെ നേതൃത്വത്തിൽ 1000 വളണ്ടിയർമാരാണ് ബിരിയാണിയുടെ പാക്കിങ്ങും വിതരണവും നടത്തുന്നത്. താനൂർ, തിരൂർ എന്നീ നഗരസഭകളിലും സമീപത്തെ 13 പഞ്ചായത്തുകളിലും ബിരിയാണി എത്തിക്കുന്നുണ്ട്. സുമനസ്സുകളുടെ സഹായത്തോടെ സ്നേഹസമ്പന്നമായ ബിരിയാണി വിളമ്പുക എന്നതും അതുവഴി ലഭിക്കുന്ന തുക കൊണ്ട് കിൻഷിപ്പിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ചിറകേകുക എന്നതുമാണ് ഇതിന്റെ ലക്ഷ്യം. നമ്മൾ 30,000 പേർക്കായിരുന്നു പ്രതീക്ഷിച്ചത്. ഇപ്പോൾ 35,000 കടന്ന് 40,000-ലേക്ക് എത്തുകയാണ്. തിരൂർക്കാരെ ഒന്നിച്ചുള്ളൊരു സഹകരണം അല്ലെങ്കിൽ മലപ്പുറം ജില്ലേൻ്റെ സഹകരണം വളരെ സന്തോഷം നൽകുന്നുണ്ട്. ഞങ്ങൾക്ക് കോൺഫെഡറേഷൻ ഓഫ് കേരള കാറ്ററിംഗ് അസോസിയേഷൻ്റെ അവരെ കൂടെ നിൽക്കൽ വല്ലാത്ത ഈ ഒരു ബിരിയാണി ചലഞ്ചിനെ വേറെ തലത്തിലേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ട്. 200ഓളം ചെമ്പ് ഇന്ന് അടുപ്പ് കത്തിച്ച് 200ഓളം പണ്ടാരിമാർ അതിൻ്റെ കൂടെ ഉണ്ട്. 1000ഓളം വളണ്ടിയേഴ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 50 NGOs നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട്. തിരൂരിലെ ഏപ്രിൽ 10-ന് അതായത് നാളെ ഉച്ചയ്ക്ക് തിരൂരും മലപ്പുറം ജില്ലയിൽ നമ്മളെ ബിരിയാണിയാണ് നാളെ ഉച്ചയ്ക്ക് ഭക്ഷണം. അത് നന്മയുടെ ഒരു പാകം ചെയ്യലാണ്. വയറ് നിറയ്ക്കുന്നതിനൊപ്പം മനസ്സ് നിറയും. നാളെ കിൻഷിപ്പിൻ്റെ ഉയർച്ചയിൽ ഞങ്ങൾ കൂടെ നിന്ന് എല്ലാവർക്കും 35,000 40,000 ആളുകൾക്കുള്ള ഒരു വലിയ ഒരു പാചക ശൃംഖല ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരുപാട് പാടുപെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് പ്രവർത്തിച്ചിട്ടുള്ള കിൻഷിപ്പ് അതിൻ്റെ ഭാരവാഹികളും അതോടൊപ്പം കോൺഫെഡറേഷൻ ഓഫ് ഓൾ കേരള കേറ്റേഴ്സാണ്, മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് ഇതിൻ്റെ മുഴുവൻ പാചക അണിയറ പ്രവർത്തനങ്ങളൊക്കെ. സുധീഷ് നായത്ത്, നാസർ കുറ്റൂർ, ഡോക്ടർ സമീർ, CP ഷബീർ അലി, PK ഉബൈദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. മലപ്പുറത്തെ വിവാഹവേദികളിലേക്ക് പഴമയുടെ ആവേശവുമായി കൈമുട്ടിപ്പാട്ട് തിരിച്ചു വരുന്നു. പൊന്നാനിയിലെ വിവാഹവേദികളിൽ ഇന്ന് കൈമുട്ടിപ്പാട്ടാണ് താരം. കോവിഡ് കാലത്ത് കൈമുട്ടിപ്പാട്ടിൻ്റെ തിരിച്ചുവരവ് ആഘോഷമാക്കുകയാണ് കലാകാരന്മാർ. കോവിഡ് കാലമായതോടെ കുറഞ്ഞ ആളുകളെ വെച്ചാണ് എങ്ങും വിവാഹാഘോഷങ്ങൾ നടക്കുന്നത്. വധൂവരന്മാരെ സന്തോഷിപ്പിക്കാൻ മലപ്പുറത്തെ കല്യാണ വീടുകളിൽ കൈമുട്ടിപ്പാട്ടിൻ താളമാണിപ്പോൾ നിറയുന്നത്. 10-ൽ കുറവ് കലാകാരന്മാരുടെ സംഘം അവതരിപ്പിക്കുന്ന ഈ പഴയ കലാരൂപം അതുകൊണ്ട് തന്നെ ഒരേപോലെ സ്വീകരിച്ചിരിക്കുകയാണ്. കണ്ണൂർ, തലശ്ശേരി ഭാഗങ്ങളിൽ ആഘോഷരാവുകൾക്കും നിറം പകർന്നിരുന്ന കലാരൂപം മലപ്പുറത്ത് ആദ്യമായി എത്തിയത് പൊന്നാനിയിലാണ്. ട്രിപ്പിൾ ഡ്രമ്മിന്റെ അകമ്പടിയിൽ പഴയ മാപ്പിളപ്പാട്ടുകൾ കൈമുട്ടിപ്പാട്ടിന്റെ ഭാഗമാകുമ്പോൾ ഏതു തലമുറയ്ക്കും അതിനൊപ്പം ചേരാൻ കഴിയുന്നതും ഈ കലാരൂപത്തെ വ്യത്യസ്തമാക്കുന്നു. പാട്ട് ക്രോഡീകരിക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും പഴയ മാപ്പിള ഗാനങ്ങൾ, പ്രത്യേകിച്ച് പീർ മുഹമ്മദ്, എരിഞ്ഞോളി മൂസ എന്ന് തുടങ്ങിയിട്ടുള്ള കണ്ണൂർ സീനത്ത് എന്ന് തുടങ്ങിയിട്ടുള്ള പഴയ ഗായകർ, അതുപോലെ തന്നെ കണ്ണൂർ ഷെരീഫ്, കൊല്ലം ഷാഫി, അങ്ങനെ എല്ലാവരുടെയും മാപ്പിളപ്പാട്ടുകൾ, ഇമ്പമുള്ള മാപ്പിളപ്പാട്ടുകൾ, കല്യാണ പെണ്ണിനെയും ചെക്കനെയൊക്കെ വർണ്ണിക്കാൻ പറ്റുന്ന മാപ്പിളപ്പാട്ടുകൾ ഒരു താളത്തിൽ അങ്ങനെ ക്രോഡീകരിക്കുക. എന്നിട്ട് സ്വാഭാവികമായിട്ടും ഒരു ഹരണ്ടാക്കുന്ന ഒരു തരത്തിൽ ഒരു രീതിയിൽ അതിനൊന്ന് ചിട്ടപ്പെടുത്തിയിട്ട് ട്രിപ്പിൾ ഡ്രമ്മിൻ്റെ സഹായത്തോട് കൂടിയിട്ട്, അതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ആ സഹായത്തോട് കൂടിയിട്ട് ഇത് വായിക്കുമ്പോൾ ഒരു പ്രത്യേക ഇമ്പുണ്ടാവും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രൂപത്തിലാണിത്. പഴയതും പുതിയതുമായ പാട്ടുകൾ കോർത്തിണക്കി വീട്ടുകാരെ ഉൾപ്പെടുത്തി അവതരിപ്പിക്കുമ്പോൾ പഴയകാല കല്യാണ വീടുകളെ ഓർമ്മിക്കും വിധം ഇമ്പമേറുകയാണ് കൈമുട്ടിപ്പാട്ട്. കൈമുട്ടിപ്പാട്ടിന്റെ തിരിച്ചുവരവ് ആഘോഷമാക്കുകയാണ് നാട്ടുകാരും കലാകാരന്മാരും. ബൈത്ത് സക്കാത്ത് കേരള നടത്തുന്ന സക്കാത്ത് ക്യാമ്പയിൻ്റെ ഭാഗമായി സക്കാത്ത് ദായകർ ഒത്തുചേർന്നു. താനൂർ ICH സ്കൂളിൽ നടന്ന പരിപാടി EV അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു.
സാമൂഹ്യ പുരോഗതിക്ക് സംഘടിത സക്കാത്ത് വളരണം എന്ന പ്രമേയത്തിൽ ബൈത്തു സക്കാത്ത് കേരള നടത്തുന്ന സക്കാത്ത് ക്യാമ്പയിന്റെ ഭാഗമായാണ് സക്കാത്ത് ദായകരുടെ ഒത്തുചേരൽ നടന്നത്. താനൂർ ICG സ്കൂളിൽ നടന്ന പരിപാടി EV അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. അല്ലാഹുവിൻ്റെ വഴിയിൽ ദീനുൽ ഇസ്ലാമിൻ്റെ ഭാഗമായി ജീവിക്കുവാനുള്ള അവസരം നമുക്ക് ലഭിച്ചു എന്നതാണ്. നമ്മുടെ നാട്ടിലെ ഒരു രീതി അനുസരിച്ച് പലപ്പോഴും നമ്മൾ മതം തിരഞ്ഞെടുക്കാറുള്ളത് ജന്മം ഏത് കുടുംബത്തിലാണോ അതാണ്. അപ്പോൾ ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വെളിച്ചം കിട്ടാതെ പോകാൻ നല്ല സാധ്യത ഉണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ വലിയ അനുഗ്രഹമാണ്. ജമാഅത്തെ ഇസ്ലാമി താനൂർ ഏരിയ പ്രസിഡന്റ് MP അബ്ദുൽ സലാം, T കാസിം, MC അബൂബക്കർ, ബൈത്തു സക്കാത്ത് കേരള എക്സിക്യൂട്ടീവ് മെമ്പർ CP ഹബീബ് റഹ്മാൻ എന്നിവർ പങ്കെടുത്തു. CP മുഹമ്മദ്, UN സിദ്ദീഖ്, PN ഷുക്കൂർ, CP ഫാത്തിമ, C അബ്ദുൽ ജലീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ഭയപ്പെടുത്തുന്ന കോവിഡ് കണക്കുകൾ. 5063 പുതിയ രോഗികൾ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8.01% ഉയർന്നു. 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും അടിയന്തരമായി കോവിഡ് വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് സമയത്ത് ആളുകൾ കൂട്ടത്തോടെ ഇറങ്ങിയതാണ് കോവിഡ് വ്യാപനത്തിന് കാരണമെന്ന് ആരോഗ്യമന്ത്രി. കോവിഡ് നിയന്ത്രണങ്ങളിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്നും ശൈലജ ടീച്ചർ. ചമ്രോടം റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ ചോർച്ച അടക്കൽ പ്രഹസനം. ചോർച്ച അടക്കൽ ജോലിക്കായി കൊണ്ടുവന്ന ഉപകരണങ്ങൾ തിരികെ കൊണ്ടുപോകാനുള്ള ശ്രമത്തിനെതിരെ UDF പ്രതിഷേധം. ഉപകരണങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിച്ചത് ജോലി ആരംഭിക്കാതെ. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.